ന്യൂക്ലിയർ ബോംബിന്റെ എഫക്റ്റിനെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള കൂൾ ബോംബിനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഇതിൽ ഏറ്റവും അഭിമാനകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ കൂൾ ബോംബിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഏർപ്പെട്ട് കഴിഞ്ഞു എന്നതാണ്. ഇന്ത്യ കൂൾ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂൾ ബോംബ് എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഇന്ത്യയുടെ മിസൈൽ മാനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമുമായുള്ള ഒരു ഇന്റർവ്യൂവിലായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു, ന്യൂക്ലിയർ ബോംബിനെ നിർവീര്യമാക്കാൻ ഉതകുന്ന ഒരു കൂൾ ബോംബ് ശാസ്ത്രത്തിന് വികസിപ്പിച്ചു കൂടായോ എന്നുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഇന്നൊരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ കൂൾ ബോംബ് എന്ന ആശയത്തിന് പിന്നാലെ സഞ്ചരിച്ച് വളരെയേറെ വേഗം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ന്യൂക്ലിയർ ബോംബിന്റെ തീവ്രത കുറയ്ക്കാൻ ഉതകുന്ന കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം ഇന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ അതിന്റെ തീവ്രത ലോകം കണ്ടതാണ്. അതിനുശേഷം ന്യൂക്ലിയർ ബോംബിന്റെ തീവ്രത കുറയ്ക്കാനുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണിത്. അതായത് ഈ കണ്ടുപിടുത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്.